ഹലോ ഗൈസ്, എല്ലാവർക്കും ബാഡ് ബോയ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ലെറ്റർ ചാലഞ്ച്. പണിഷ്മെൻറ്റ് ഈസ് വാട്ടർ ബലൂൺ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നിട്ട് ലൈക്ക് ചെയ്യാൻ ബട്ടൺ ഷെയർ ചെയ്യൂ. എല്ലാവർക്കും കമൻറ്റും കൂടെ ഇടുവാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടും. എന്നിട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ചങ്ക് ഒരു ലെറ്റർ പറയും, ആ ലെറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് പറയണം. എന്നിട്ട് എവിടെ വെച്ചാണോ തെറ്റണത് പുറത്തിട്ട് അടി കിട്ടും. വിത്ത് വാട്ടർ ബലൂൺ. യെസ്. സ. അച്ഛൻ്റെ പേര് സതീഷ്. അമ്മയുടെ പേര് സുമ. അനിയൻ്റെ പേര് സുമേഷ്. ചേച്ചിയുടെ പേര് സുമതി. അമ്മൂമ്മയുടെ പേര് സുമത. സുമത. അതെന്ത് പേരാ? അത് പേരുണ്ട്. ഓ ഓ ഓ ഓ ഗൈസ്, ഗൈസ് അടുത്ത് നച്ചുവാണ്. ഗൈസ് തുടങ്ങാൻ പോണ് ഗൈസ്. അപ്പം നച്ചുവാണ്. നച്ചുവിൻ്റെ ലെറ്റർ പ. അച്ഛൻ്റെ പേര് പാപ്പൻ. അമ്മയുടെ പേര് പാപ്പി. തോന്നി. അനിയൻ്റെ പേര് പാപ്പൻ്റെ അപ്പൂപ്പൻ. അതെന്ത് പേരാ ഗൈസ്? അങ്ങനത്തെ പേരൊക്കെ ഉണ്ടോ? നമ്മളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അവരുടെ അടുത്തേക്കല്ല ഗൈസ്. നച്ചുവിടെ എടാ മുതുകത്തിട്ട് പൊട്ടിക്കണ എന്താണ്? എടാ പൊട്ടിക്കണ, എടാ പൊക്കത്തുനിന്ന് പൊട്ടിക്കണ. വെറൈറ്റി പറഞ്ഞു. ഇത് ചെറിയൊരു കവള. അടുത്ത ഇവൻ്റെ അമ്മയുടെ പേരെന്താ? സാധിക. എന്നാ അച്ഛൻ്റെ പേരെന്താ? സുശീലൻ. അനിയൻ്റെ പേരെന്താ? ശ്യാമളൻ. ശ്യാമളൻ. ചേച്ചിയുടെ പേരെന്താ? ശ്യാമള. അമ്മൂമ്മയുടെ പേരെന്താ? ശ്യാമളയുടെ അമ്മ. അടുത്തത് അടുത്തത് അമ്മയുടെ അനിയത്തിയുടെ പേരെന്തുവാ? അനിയത്തിയുടെ പേര് സുശീല. അതല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത്. സുശീല. അത് സുശീലൻ, ഇത് സുശീല, വ്യത്യാസമുണ്ട്. അടുത്തത് അടുത്തത് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ പേരെന്താണ്? തൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ പേരെന്താണ്? സുമതിനെ മറ്റേ അടക്കഞ്ഞത് മരം. സുമതിനെ തല്ലി സുമതി. അവസാനം കണ്ട സിനിമ ഏതാ? സുമതിയോളത്. ഇവിടെ അടുത്തുള്ള അപ്പൊ ഗൈസ് വിന്നടിച്ചിരിക്കുന്നു ആയുഷ്. നമ്മുടെ ബാഡ് ബോയ്സ് ടീമാണ്. അതെ ഗൈസ്. അടുത്ത നമ്മുടെ മിഥുൽ. ഞാൻ ഇഷ്ടമുള്ള വരും. പൈസ മാ ഗൈസ്. മാ കൊടുത്തേക്കാം. മാ പറഞ്ഞോ. ടുൻ 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 പറഞ്ഞോ. മാ കുട്ടി. അച്ഛൻ്റെ പേര് മൃദുൽ. മകൻ്റെ പേര് അച്ഛൻ്റെ മകൻ്റെ പേര്. അച്ഛൻ്റെ മകൻ്റെ പേരാ അത് മിഥുൻ. അമ്മയുടെ പേര് പിന്നെ മിഥുല. അനിയൻ്റെ പേര് മിഥുലുണ്ട്. മനീഷ്. ഓ ഗൈസ് സീനാണ് ഗൈസ്. അമ്മൂമ്മയുടെ പേര് അമ്മൂമ്മയുടെ പേര് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 10 വരെ ഉണ്ട്. ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ലാസ്റ്റ് കണ്ട മൂവി ടിക് ടിക് 9. അമ്മൂമ്മയുടെ പേര് ടിക് ടിക് 10 ലാസ്റ്റ് കണ്ട മുതമ്മ എന്ന് പറയുന്ന പേരൊന്നും ഗൈസ്. ഗൈസ് നമുക്ക് പൊട്ടിക്കണം. നിങ്ങളുടെ അഭിപ്രായമാണ്. ഇപ്പോൾ പൊട്ടിച്ചേക്കാം ഗൈസ്. ഗൈസ് ഞാൻ പൊട്ടിക്കാം. അത്ര ഗൈസ് പൊട്ടിക്കാൻ പണിഷ്മെന്റ് കൊടുക്കാൻ പോണു. നിങ്ങൾക്ക് ലൈക്ക് തരാനാണ് ഗൈസ്. ദേ മൃദുല കുളിപ്പിക്കാൻ വേണ്ട. അത് യേശു ക്രിസ്തുവിനെ പോലെ യേശു ക്രിസ്തു. എടാ എൻ്റെ തല വീഴടാ. പുള്ളിയില്ല മുള്ളൊന്നുമില്ല കൈ. നിങ്ങൾ ലൈക്ക് വരാനാണ്. സോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാട്ടാ. വിഷയമാണ് വിഷയം. ഞാനേക്കൊണ്ട് നമുക്ക് പിന്നെ കിട്ടുന്നില്ല. അപ്പൊ ഗൈസ് അടുത്ത് നമ്മുടെ പ്രിയ സുഹൃത്ത് നച്ചിക്കേതത് ഒരു ഹായ് കൊടുത്തേ. സുജയാണ്. സുജയിനെ പോലെ ഗൈസ്. അപ്പത്തേക്കും നച്ചു അക്ഷരം കൊടുക്കണം. മൃദുലേ പിന്നെ
പാ. അച്ഛൻ്റെ പേര് പാപ്പൻ. ഇവൻ നമുക്കൊന്നും പാ കൊടുത്താ വേണ്ട. ഇവന് പാ കൊടുത്താ നമ്മള് നിനക്ക് സാ വേണ്ട. സായം വേണ്ട. താ താ താ. നിന്റെ അച്ഛൻ്റെ പേര് തമ്പി. 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 അമ്മയുടെ പേര് തങ്കമണി. ചേട്ടൻ്റെ പേര് പേരെന്ന് പറയണം. തങ്കച്ചൻ. അനിയത്തിയുടെ പേര് തങ്കമ്മ. അമ്മൂമ്മയുടെ മരിച്ച സ്ഥലത്തിൻ്റെ പേര് അവസാനം സെറ്റ്. അവസാനം കണ്ട സിനിമയുടെ അവസാനം ഗൈസ് നമ്മൾ നച്ചു ഇതൊക്കെ ഒടിച്ചു ഗൈസ്. ഗൈസ് പറഞ്ഞ് ഔട്ടാക്കണ്ടേ? നിങ്ങൾ പറ. അവിടെ ഇരുന്നോ കുഞ്ഞോ. ഞാൻ മുള്ളെടുക്കട്ടെ. കൈ കുത്തി കയറി. പണ്ടാരക്കാരനാണ് മൃദുല. നീ പിടി. ഞാൻ കുത്താം. അവന്റെ വാച്ചെടുത്ത് കളയാൻ. അവന്റെ വാച്ചൊക്കെ എടുത്ത് കളയാൻ. ഗൈസ് നാളെ കുത്താൻ പോലെ. ഗൈസ് ഈ നച്ചു അത് കളഞ്ഞ് ഗൈസ്. എന്നിട്ട് അവസാനം വിളിക്കേ ഇവിടെ മണ്ടന്മാരെ നിങ്ങൾ എന്നാ ചെയ്യുന്നു ഗൈസ്. അവന്റെ മുതുകത്ത് പിടിയോ. എന്റെ ഇവന് തലക്കാ. നച്ചു നീ കൊറേ നേരം തുടങ്ങിട്ട് ഇവിടെ പിടി. ഗൈസ് നമ്മള് പൊട്ടിക്കാൻ റെഡിയല്ല എല്ലാവരും. ഞാനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തല്ലേ ഗൈസ്. നമ്മൾ പൊട്ടിക്കാൻ റെഡി. 1 2 3. പാവം പൊട്ടാനായിരുന്നു ഞാൻ. ഓക്കെ ഗൈസ്, അടുത്ത നമ്മുടെ ആയിഷാണ്. അപ്പോ അവന് കൊടുക്കാൻ പോവാണ്. പേരെന്താണ്? പേരെന്താണ്? മൃദുൽ ദേവന്റെ അച്ഛന്റെ പേരെന്താണ്? മനീഷിന്റെ അപ്പൂപ്പന്റെ പേരെന്താണ്? മഹാദേവന്റെ അമ്മൂമ്മയുടെ പേരെന്താണ്? പിന്നെ അടുത്ത അമ്മയുടെ പേരെന്താണ്? മനു. അടുത്തത് എന്നാ ഇപ്പൊ ചോദിക്കുക ഗൈസ്. അവസാനം കണ്ട സിനിമ ഏതാണ്? ഗൈസ് ഹി ഈസ് ദ വിന്നർ. ഡോണല്ലേ ഗൈസ്. നിന് നമ്മുടെ മിഥുല്. നിനക്കുള്ള അക്ഷരം എന്നാ കൊടുക്കണം? നജു. പാ. അച്ഛൻ്റെ പേര് എന്നായിരുന്നു അക്ഷരം? പ്രതാപ്. അമ്മയുടെ പേര് പ്രീത. അനിയത്തിയുടെ പേര് പ്രിയ. ചേട്ടൻ്റെ പേര് അമ്മൂമ്മയുടെ പേര് പ്രഭാവതി. അവസാനം കണ്ട സിനിമ സ്പീഡിൽ പറയാൻ പാടില്ല. 1 2 3 4 സിനിമ 5 6 7 പഞ്ചാബി 8. ഗൈസ് ഇവൻ ഫസ്റ്റ് വിന്നർ ആയിട്ടുണ്ട്. അല്ല ഫസ്റ്റ് വിന്നർ ഞാനാണ് ഗൈസ്. 2 എണ്ണം ഞാൻ ജയിച്ചു, അവൻ 1 എണ്ണം ജയിച്ചു. നച്ചു ഇപ്പൊ ലൂസാണ് ഗൈസ്. അടുത്ത നമ്മുടെ നച്ചു ആണ് ഗൈസ്. നേരത്തെ നമ്മുടെ നച്ചു. ഇവന് റായാണ് കൊടുക്കുന്നത്. റാ കൂട്ടി പറ. അച്ഛൻ്റെ പേര് ചാർജില്ല. അതെന്ത് പേരാണ് ഗൈസ്? കുഴപ്പമില്ല, പറഞ്ഞല്ലേ, പാവല്ല. ഒന്ന് ആരഞ്ഞു ഗൈസ്. അപ്പൊ അമ്മയുടെ പേര് അനിയത്തിയുടെ പേര് അവസാനം കണ്ട സിനിമ അറിഞ്ഞൂടാ. ആ ഗൈസ് പാവമുണ്ട് ഗൈസ്, അറിഞ്ഞൂടാ. ഇപ്പൊക്കെ കൊടുക്കണ്ടേ? ഗൈസ് അപ്പൊ നമ്മുടെ മിഥുല് ഇവിടെ മരുന്ന് കഴിക്കണം. അവൻ ഇപ്പൊ വന്നിട്ട് ഇവനിട്ട് പൊട്ടിക്കും. എങ്ങനെ പൊട്ടിച്ച് ഗൈസ് അവൻ. ഗൈസ് അടുത്ത ഞാനാണ് ഗൈസ്. ഞാൻ വിഷയല്ലേ, ഞാൻ ജയിച്ചു ഗൈസ്. എന്റെ മേത്തൊരു നനവ് പോലും ഇല്ല. വേണ്ടാ നനവുണ്ടാവും. ഗായ്സ് അടുത്ത നച്ചൂന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായ വേറെ ആരുമല്ല, ആയുഷ്. അപ്പൊ ആയുഷിന് കൊടുക്കാൻ പോകുന്ന അക്ഷരം നച്ചു പറയടാ. ഗ. അപ്പൊ ഗ. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേരെന്താണ്?
ഗീതേശ്വരം പഠിക്കാരനാ. പണിക്കർ. ആ അടുത്തത് അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേരാ ഗീതാഞ്ജലി. അത് അതെങ്കിൽ അത് ഗായത്രിയുടെ ഇളയ മോളുടെ പേരെന്താണ്? ഗീതാഞ്ജലി. അപ്പൊ മൂത്ത മോളുടെ പേരെന്താണ്? ഗീത. അടുത്തത് ചേട്ടന്റെ പേരെന്താണ്? ഗംഗാധരൻ. ഇവൻ അതിലും ജയിക്കും കേട്ടാ. നച്ചെടുത്ത നീ സൂക്ഷിച്ചോ. പിന്നെ ഇതന്നെ കാണാനിരിക്കേ. അവസാനം കണ്ട സിനിമ ഏതാണ്? ഗുരുവായൂർ അമ്പലനടയിൽ. അടുത്ത punishment for നച്ചു. Guys, നച്ചു വിട വാങ്ങി. ഒരു യാത്ര കൂടി വിട വാങ്ങി. നച്ചു ആകാശത്തേക്കാണ് പോകുന്നത്. വിട വാങ്ങുന്നു. പാട്ടാണ് കഴിഞ്ഞു പറഞ്ഞു. ഗൈസ് ഞാൻ മാത്രം നനഞ്ഞില്ല, ഞാൻ ഗൈസ്. അപ്പത്തേക്ക് നച്ചു ആകാശത്തേക്ക് പോകണത്. ഈ സ്ഥലം കണ്ട ഈ തെങ്ങിൻ്റെ മട്ടക്കെട്ടാണ് പോണ. ഇതേ പാവ ഇറങ്ങി പോന്നു. തന്നെത്താനേ നച്ചു ചത്ത്.